എയർബസ് A320 വിമാനങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യൽ വിമാന സർവീസുകളെ ബാധിക്കും. ഇന്ത്യയിൽ 350-ൽ അധികം എയർബസ് 320 വിമാനങ്ങളാണുള്ളത്. കൂടുതൽ വിവരങ്ങൾ ബി ബാലഗോപാൽ നൽകും. ബാലു, എത്ര ദിവസം ഈ പ്രതിസന്ധി ഉണ്ടാകും? എന്നാണ് അപ്ഗ്രേഡ് പൂർത്തിയാവുക? ഇന്നും നാളെയുമാണ് ഈ വിമാനങ്ങളിൽ ഈ എയർബസ് A320 വിമാനങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് നടക്കുന്നത്. ഇതിനുവേണ്ടി ഈ വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഈ വിമാന സർവീസുകൾ അല്ലെങ്കിൽ വിമാന കമ്പനികൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഏതാണ്ട് 350-ലധികം ഈ എയർബസ് A320 വിഭാഗത്തിൽ A320 വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളാണുള്ളത്. ഇതിൽ ഇൻഡിഗോയുടെ 250 എയർക്രാഫ്റ്റുകൾക്കും എയർ ഇന്ത്യയുടെ 125 എയർക്രാഫ്റ്റുകൾക്കുമാണ് സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ വരുന്നത്. ഈ വിമാനങ്ങളുടെ സർവീസുകൾ വൈകിക്കുകയോ അതല്ലെങ്കിൽ റദ്ദാക്കപ്പെടുവാനാണ് സാധ്യത. ഈ അതിതീവ്രമായ സൗരവികിരണം ഫ്ലൈറ്റ് കൺട്രോൾ സംബന്ധിച്ച നിർണായക ഡേറ്റയെ ബാധിക്കാൻ ഇടയുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ നടത്തുന്നത്. രാജ്യാന്തര തലത്തിൽ ഏതാണ്ട് 6000-ഓളം വിമാനങ്ങളിലാണ് ഈ അപ്ഗ്രഡേഷൻ ആവശ്യമായി വരുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ, അതായത് ഇന്നും നാളെയുമായി ഈ അപ്ഗ്രഡേഷൻ പൂർത്തിയാക്കുമെന്നാണ് എയർബസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ കൂടിയും വലിയ തോതിൽ ഈ വിമാന സർവീസുകളെ രാജ്യാന്തര തലത്തിൽ തന്നെ ബാധിക്കാൻ ഇടയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ 350-ലധികം എയർബസ് A320 വിമാനങ്ങൾക്കാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ ആവശ്യമായി വരുന്നത്. സ്വാഭാവികമായും ഇൻഡിഗോയുടെയും എയർ ഇന്ത്യയുടെയും സർവീസുകളാണ് ഇന്ത്യയിൽ ഇതിന് കാര്യമായി ബാധിക്കുന്നത്. തിങ്കളാഴ്ചയോടുകൂടി ഈ അപ്ഗ്രഡേഷൻ പൂർത്തിയാകുമെന്നാണ് ഈ വിമാന കമ്പനികൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അടുത്ത 2-3 ദിവസം ഈ വിമാനയാത്രയ്ക്കായ സംബന്ധിച്ചിടത്തോളം നേരിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവരുടെ വിമാനയാത്ര വൈകുകയോ അതല്ല എങ്കിൽ റദ്ദാക്കപ്പെടുവാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ ഈ വിമാന കമ്പനികളൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, എയർബസ് A320 വിമാനങ്ങളിലെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യൽ കാരണം അത് വിമാന സർവീസുകളെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് അറിയിപ്പ്. ഇന്ത്യയിൽ 350-ൽ അധികം എയർബസ് 320 വിമാനങ്ങളാണുള്ളത്. ഇവയുടെ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ അടുത്ത 3 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും. ബി ബാലഗോപാലാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.